ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് ഒരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ ചിക്കനാണ് കേട്ടോ എടുത്ത് വെച്ചത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചതാണ്. അതിലേക്ക് നമ്മൾക്ക് അല്പം മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി വേണം, നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ. പിന്നെ ഒരു പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ സവാള, പിന്നെ ഒരു 5-6 ചെറിയുള്ളിയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയ്ക്ക് പകരം മുഴുവനായിട്ടും ചെറിയുള്ളി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന മസാലപ്പൊടികൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം നല്ല സ്മെല്ല് വരും. ആ സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കറിക്ക് നല്ല കളറും കിട്ടും. അതുകൂടാതെ നല്ല ഒരു സ്മെല്ലായിരിക്കും കേട്ടോ നമ്മൾ വെക്കുന്ന ചിക്കൻ കറിക്ക്. അപ്പം ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഇത് കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു കുക്കർ വെച്ച് ഒന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർക്കാം. അതിൻ്റെ കൂടെ പച്ചമുളക്, പിന്നെ ഉള്ളി നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ് അത്. പിന്നെ അതുകൂടാതെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. തക്കാളി ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഓൾറെഡി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടികളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് പച്ച മണം മാറുന്നത് വരെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. ഇതുപോലെ ആയതിനു ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്തിട്ട് ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെയാണ് കേട്ടോ വേണ്ടത്. ഇതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം മാത്രം ഒഴിക്കണം. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കുക, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചൂടുവെള്ളം ചേർത്തുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടും. ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് ഇത് ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിലും മാത്രം തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരേക്കും വേവിക്കാം. ഒരു വിസിൽ മാത്രം മതി കേട്ടോ.
അപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ വന്നു. ഇത് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കർ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ സ്റ്റീമൊക്കെ പോയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഞാനൊരു ബൗളിലേക്ക് മാറ്റി. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.